ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ണൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി റെമഡിയാണ് പറയാൻ പോണത് കേട്ടോ. ഇതെനിക്ക് അക്യൂപങ്ക്ചറിലെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളെ ആഷ് ഗോഡ്, അതായത് കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുമ്പളങ്ങ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നമ്മളെ വയറിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ഒക്കെ വളരെ ബെസ്റ്റാണ്. അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ കുമ്പളങ്ങ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഷുഗറൊക്കെ നോർമൽ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ടും ബെസ്റ്റ് സാധനമാണ് നമ്മൾ ഈ ഒരു കുമ്പളങ്ങ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു കഷ്ണം വേണ്ടു, ഒരുപാടൊന്നും വേണ്ട. ഒരു ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു പീസ് കഷ്ണം മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ കളയണം, അതുപോലെ ഇതിൻ്റെ കുരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് വണ്ണം കുറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജ്യൂസ് തയ്യാറാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് കഴിക്കണോണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ തൊലിയും അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ള കുരൊക്കെ ഒന്ന് നീക്കിക്കളയാം കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ തൊലിയും കൂരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞാരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചാലോ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അങ്ങനെ നമ്മളെ കുമ്പളങ്ങ നമ്മൾ ചെറിയ പീസുകളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് ഇത് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ എടുക്കുന്ന വലിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങയുടെ പീസുകൾ നമുക്ക് കംപ്ലീറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ആദ്യം അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിക്കുക. അതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് ഒരല്പം വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളെ ജ്യൂസ് ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരിച്ചിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് തന്നെ അരിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വെറുതെ കുമ്പളങ്ങ വെള്ളത്തിൽ അടിച്ചിട്ട് ഇതുപോലെ അരിച്ചിട്ട് നമുക്ക് കുടിക്കാം. പിന്നെ ചിലർ ഇതിലേക്ക് ലൈം ജ്യൂസൊക്കെ ചേർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. പക്ഷേ എന്നോട് ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ മാത്രം കുമ്പളങ്ങ അടിച്ച് കഴിക്കാനാണ് പറഞ്ഞത് കേട്ടോ. അതിലേക്ക് വേറെ നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹണിയോ പഞ്ചസാരയോ വേറെ ഒന്നും ചേർക്കണ്ട. ഇതിങ്ങനെ തന്നെ കുടിച്ചാൽ മതി. നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നല്ല വണ്ണമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ കുറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഇത് കുറയുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മളിത് ഒരുപാടൊന്നും കുടിക്കേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് ഇതുപോലെ കുടിച്ചാൽ മതി. അതും നമ്മൾ രാവിലെ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത്. 2 നേരമൊന്നും കഴിക്കേണ്ട. രാവിലെ വെറും വയറ്റിൽ ഒരു നേരം മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ഇത് കുടിച്ചപ്പോൾ തന്നെ നമ്മൾ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കരുത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച വഴിക്ക് തന്നെ നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി കുടിക്കുക. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ നമ്മൾ മുൻപ് 2 വീഡിയോ ചെയ്തിട്ടുണ്ട് വണ്ണം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ട്രൈ ചെയ്തിട്ട് ഇത് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ വക സാധനങ്ങൾ നമ്മൾ ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല. അതൊരു മരുന്നാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ ആ പറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി കേട്ടോ. ഒരുപാടൊന്നും വാരി വലിച്ച് കഴിക്കേണ്ട. അപ്പോൾ പിന്നെ അതിന് ബാഡ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ മടിക്കാതെ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.
പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒരു മടിയും വേണ്ട കേട്ടോ, മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്